ഒരു ദിവസം എന്റെ മുമ്പിൽ ഒരു അമ്മയും കുഞ്ഞും. ഞാൻ നോക്കിയപ്പോ ഒരു പാകിസ്ഥാനി സ്ത്രീ ആണെന്നുകൊണ്ട് പുള്ളിക്കാരി എന്നെ കണ്ടപ്പോ എന്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, കൊച്ചിന് വിശക്കുന്നുണ്ട്, എന്തെങ്കിലും പൈസ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ നോക്കിയപ്പോ മറ്റേ ഉന്തിക്കൊണ്ടോണ വണ്ടിയില്ലേ പിള്ളേരെ, അതിനകത്ത് ഒരു കൊച്ച്, ഒരു ക്യൂട്ടായിട്ടുള്ള കൊച്ച്, 2-3 വയസ്സ് അങ്ങനെ ഉണ്ടാവുള്ളൂ, കാണാൻ നല്ല രസം ഉണ്ടായിന്. അപ്പൊ എന്റെ കയ്യിലാണ് പൈസ ഇല്ല, പൈസയാണ് അവർ ചോദിച്ചത്. എന്റെ കയ്യിൽ പൈസ ഉണ്ടായില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവിടെ തൊട്ടടുത്തുള്ള ഗ്രോസറിയിൽ നിന്ന് എന്തെങ്കിലും മേടിച്ചു തരാന്ന് പറഞ്ഞു. ഈ കുട്ടീനെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര പാവം തോന്നി. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ കൂടെ വായോ, ഞാൻ വാങ്ങിച്ചു തരാം, അങ്ങനെ പറഞ്ഞ് ഗ്രോസറിയിൽ കയറിയിട്ടാ. അപ്പൊ ഞാനായിട്ട് മേടിച്ചു കൊടുക്കാൻ വേണ്ടി നിൽക്കായിരുന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോഴേ ഈ പുള്ളിക്കാരി പറയാ, വേണ്ട ഞാനെടുത്തോളാന്നും പറഞ്ഞിട്ട് ഈ പുള്ളിക്കാരിയുടെ കൂടെ വേറെ 2 പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവര് ഇതിന്റെ പുറകെ വന്ന് ഒരുമിച്ച് കയറി ഒരു ഗ്രോസറി കയറിയിട്ടേ, മറ്റേ ഷോപ്പിംഗ് മോളിലേക്ക് ട്രോളി ആയിട്ട് കയറൂലേ, ഇതുപോലെ കേറിയിട്ട് എന്തൊക്കെയാണ് കയ്യിൽ കിട്ടണത്, കയ്യിലൊതുങ്ങണ സാധനം എടുക്കുക. ഞാൻ നോക്കിപ്പോ പെപ്സിയുടെ ക്യാന്, മിറിണ്ട, തംസപ്പ്, ഇങ്ങനത്തെ ഡ്രിങ്കുകള്, പിന്നെ സ്നിക്കേഴ്സ്, പിന്നെ കൈ കിട്ടണ മറ്റേ ക്രോസാൻഡ്, ബണ്ണ്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇതിലെന്താണ് കൊച്ചിന് കൊടുക്കാൻ പോണവര്. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇതാ കൊച്ചിന് കൊടുക്കാനുള്ളതല്ല, ഇവർക്ക് തിന്നാനുള്ളതാണ്. എനിക്കാകെ എന്തോ മാതിരി. ഞാൻ ഇപ്പൊ അതായത് നമ്മളൊരാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് കയറി നിന്നപ്പോഴേ നമുക്ക് 8ന്റെ പണി കിട്ടിയ പോലെ. എന്നിട്ട് ഇവരെന്നാ ഒരു സാമാന്യ മര്യാദക്കുള്ള സാധനങ്ങൾ എടുത്തിട്ട് ഇറങ്ങല്ലേ വേണ്ട. ഇവര് ഇതിന്റെ ഉള്ളിൽ കയ്യിലൊതുങ്ങണതൊക്കെ എടുക്കുന്നുണ്ട്. നിർത്തുന്ന ഹിന്ദിയിൽ പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഉള്ള സമയത്ത് അറിയാവുന്ന ഹിന്ദിന്റെ വായിൽ വരുന്നില്ല. അപ്പൊ ഞാൻ അവസാനം സ്റ്റോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കയ്യിലൊന്നും കയറി പിടിക്കാൻ പറ്റില്ല, പിടിച്ച വകുപ്പായി. എന്റെ പൊന്നെ, അവസാനം ബില്ല് വന്നു കഴിഞ്ഞപ്പോ എനിക്കാണെങ്കിൽ ഇറങ്ങി ഓടണമെന്നുണ്ടായിരുന്നു, പക്ഷെ കയറിപ്പോയില്ലേ. പിന്നെ എനിക്ക് മനസ്സിലായത് ഈ കുട്ടീനെ കാട്ടിട്ടാണ് ഇവര് പൈസ വാങ്ങിക്കണെന്നുള്ളത്. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും.